മേപ്പാടിയിൽ വന്നു. രാവിലെ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചുരൽമല പ്രദേശത്തൊക്കെ ഞങ്ങൾ പോയി അവിടെ കാര്യങ്ങളൊക്കെ കണ്ടു. പുനരധിവാസത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പരിപാടികൾ ആവിഷ്കരിക്കേണ്ടത്. ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഏതാണ്ട് 500-ലേറെ ആളുകൾ ഇവിടെ ഈ ക്യാമ്പിലുണ്ട്. വളരെ ഭയപ്പാടിലാണ് അവർ, സ്വാഭാവികമാണല്ലോ. പക്ഷേ ക്യാമ്പിലെ അവരുടെ ജീവിതം അവർക്കൊരു ആശ്വാസമായിട്ടുണ്ട്. അവരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ ഈ ഒരു തിരിച്ചുപോക്ക് എങ്ങനെയെന്നുള്ളൊരു ആശങ്കയാണ് അവർക്കുള്ളത്. അപ്പം അതിന് സാധ്യമായതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഗവൺമെന്റും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് അത്തരം പദ്ധതികളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ പാർട്ടി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി നടപ്പാക്കാനാണ്. അവർക്കിപ്പോൾ ഒരു ആത്മധൈര്യമാണ് നമുക്ക് കൊടുക്കേണ്ടത്. കുറേ വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ജീവിക്കാൻ ആവശ്യം, അവർക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ഒരു സിറ്റുവേഷൻ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആത്മധൈര്യം, ആത്മവിശ്വാസവും കൊടുക്കുന്ന രീതിയിൽ അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് തൊഴിൽ സംരംഭങ്ങളാണ് അവിടുത്തെ ചെറുപ്പക്കാർക്ക്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണ് മുസ്ലിം ലീഗ് നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളുടെ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്.